ബിസിനസിന്റെ സ്വഭാവം സംബന്ധിച്ച് നൽകിയ വിവരങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 130-ലധികം കമ്പനികൾക്കാണ് മന്ത്രാലയം പരിശോധനയ്ക്കായി കത്ത് നൽകിയത്. ലൈസൻസും കമ്പനിയുടെ പ്രവർത്തന മേഖലയും സ്വദേശിവൽക്കരണ തോത്, വാർഷിക റിപ്പോർട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും മന്ത്രാലയം അധികൃതർ പരിശോധിച്ചത്. പ്രവർത്തനം നിലച്ച ചില കമ്പനികൾക്ക് ഇൻവെസ്റ്റ് പോർട്ടൽ മുഖേന നൽകിവന്ന സേവനങ്ങൾ നിർത്തലാക്കിയതായി അൽ-ഫാർസി അറിയിച്ചു. കമ്പനി വാണിജ്യ രജിസ്ട്രേഷനും മറ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ചതായോ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നോ കണ്ടെത്തിയാൽ ആ കമ്പനിയുമായുള്ള ഇടപാടുകൾ മന്ത്രാലയം നിർത്തിവെക്കുകയും ആവശ്യമെങ്കിൽ കേസ് കോടതിയിലേക്ക് കൈമാറുകയും ചെയ്യും. രജിസ്റ്റർ ചെയ്ത സ്ഥാപനം ഉടൻ പ്രവർത്തന സജ്ജമാവുകയും നിർദ്ദിഷ്ട തോതിൽ സ്വദേശികളെ നിയമിച്ച് നികുതി അടയ്ക്കുകയും വേണമെന്നും അൽ-ഫാർസി പറഞ്ഞു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ നിരവധി രജിസ്ട്രേഷനുകൾ സ്വന്തമാക്കി അനധികൃത വ്യാപാരത്തിൽ ഏർപ്പെട്ടവർക്കെതിരെയാണ് നടപടിയെടുത്തത്. കമ്പനിയുടെ പ്രവർത്തന ലാഭത്തെക്കുറിച്ച് വേണ്ട വിധത്തിലുള്ള കണക്കുകൾ സമർപ്പിക്കാത്തത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ മോശമായിട്ടാണ് ബാധിക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിടിയിലാകുന്നവർ നിയമത്തിനു മുന്നിൽ ഉത്തരം പറയേണ്ടിവരുമെന്ന് പറഞ്ഞ ഫാർസി, നിലവിൽ ഒന്നിലധികം രജിസ്ട്രേഷനുകൾ ഉള്ളവർ അവ ഒന്നാക്കുകയോ അല്ലെങ്കിൽ റദ്ദാക്കുകയോ ചെയ്യാൻ മുന്നോട്ടു വരണമെന്നും അറിയിച്ചു. മീഡിയ 1, മസ്കത്ത്.